വ്യത്യസ്തമായ ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനു വേണ്ടി മിന്റ് വേണം പറിക്കണം. അപ്പോൾ നമുക്ക് പോയി പറിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂൺ ലെമൺ ജ്യൂസ് ആണ്. ഇനി നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളമാണ് ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കുതിർത്ത് വെച്ച് കസേര ഇട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ചേർത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് റെഡി. അപ്പോൾ നമുക്ക് അടുത്ത ജ്യൂസ് ഉണ്ടാക്കാം. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിന്റ് ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചറിന്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തണുത്തവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്പൈസ് വേണമെങ്കിൽ 1 പച്ചമുളകും കൂടി ചേർത്താൽ മതി. ഇനി നമുക്ക് കസേര ചേർത്തതിന് ശേഷം ജ്യൂസ് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് റെഡി. ഇനി നമുക്ക് മൂന്നാമത്തെ ജ്യൂസ് റെഡിയാക്കാം. ഞങ്ങൾ ഇതിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ജ്യൂസ് ആണ് കണ്ടോ. ഇനി നമുക്ക് ലെമൺ ജ്യൂസും ജിഞ്ചർ ജ്യൂസും 1 സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കസേര ചേർത്തെടുക്കാം. ഇനി നമ്മുടെ ജ്യൂസും കൂടി വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റ് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിൽ ഇച്ചിരി ഇഞ്ചിയുടെ ഫ്ലേവർ കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ലെമൺ ജ്യൂസ് ടേസ്റ്റ് ചെയ്താലോ. അടിപൊളി ടേസ്റ്റാ. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.